ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ ഒരു പ്രവചന പുസ്തകമാണ്. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരുന്ന പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായി. ക്രിസ്തു പ്രത്യക്ഷനായി. എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാ നമ്മെ ഓർപ്പിക്കുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ പ്രത്യക്ഷനായി എങ്കിൽ അവൻ പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും പ്രത്യക്ഷനാകും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ ഒരുപാട് ഭാഗങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ് സഭയുടെ പ്രത്യാശ വിഷയം. ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനുവേണ്ടിയാണ് ദൈവസഭ കാത്തിരിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ താൻ എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം 28 മുതൽ ഉള്ള വചനങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നു. ക്രിസ്തുവിൽ വസിപ്പീൻ, അവൻ്റെ പ്രത്യക്ഷതയിൽ ധൈര്യം ഉണ്ടാകേണ്ടതിന് എന്നതാണ് ഇന്നത്തെ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഒരു വിദ്യാർത്ഥി നന്നായിട്ട് പഠിക്കുന്നു എങ്കിൽ, പരീക്ഷ നന്നായിട്ട് എഴുതിയിരിക്കുന്നു എങ്കിൽ അധ്യാപകനെ കാണുമ്പോൾ സന്തോഷമായിരിക്കും. ധൈര്യം അധ്യാപകൻ്റെ മുമ്പിൽ നിൽക്കുവാനുണ്ടാകും. എന്നാൽ മറ്റൊരു വിദ്യാർത്ഥി പഠിക്കാതെ, പരീക്ഷ എഴുതാതെ ഉഴപ്പി നടക്കുന്നവനാണെങ്കിൽ അവൻ തൻ്റെ അധ്യാപകനെ കാണുമ്പോൾ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അധ്യാപകൻ്റെ മുമ്പിൽ നിൽക്കുവാൻ, ലജ്ജയോടെ നിൽക്കുവാൻ ഇടയാകുന്നു. ഇതേ പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. യേശു മടങ്ങി വരും എന്നുള്ളതിന് ദൈവസഭയ്ക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവമക്കളും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. എന്നാൽ പലർക്കും ആ ഒരു പ്രത്യാശയില്ല. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാകും. മരണം കൊണ്ടെല്ലാം തീർന്നു. മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്. ഇങ്ങനെയൊക്കെ പോകുന്നു പലരുടെയും ചിന്തകൾ. എന്നാൽ നോഹ ജലപ്രളയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പലർക്കും അത് സംഭവിക്കുവാൻ സാധ്യതയില്ല എന്നുള്ള ചിന്തയായിരുന്നു. കാരണം അന്ന് വരെ ആരും മഴ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ നോഹ പ്രസംഗിച്ച സമയത്ത് ന്യായവിധി ദൈവം അയച്ചു. വലിയ പ്രളയമുണ്ടായി. അവൻ പ്രസംഗിച്ചതുപോലെ തന്നെ വലിയ പ്രളയം വന്നു. ഇതുപോലെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് നാം പ്രസംഗിക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെടും. നാം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ക്രിസ്തു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ പ്രത്യക്ഷനാകും. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം ധൈര്യത്തോടെ അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നു, അവനിൽ വസിപ്പീൻ. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ള ഒരു ചിന്ത യോഹന്നാൻ അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. ക്രിസ്തുവിൽ വസിക്കുന്നു ഒരു വ്യക്തി പ്രാർത്ഥന ജീവിതം,
ഉള്ളവനാകും, ദൈവഭയമുള്ളവനായിരിക്കും, ദൈവവചനത്തിൽ നിലനിൽക്കുന്നവനായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ വിശുദ്ധ ജീവിതത്തിനു വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും ഉണ്ടായിരിക്കും. യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ. കൊമ്പ് മുന്തിരിവള്ളിയിൽ നിന്ന് വേർപെട്ടാൽ അത് ഉണങ്ങും, ഫലം ഉണ്ടാകില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയാൽ ആത്മീയ ജീവിതമില്ല. ക്രിസ്തുവിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് സാത്താൻ കൊണ്ടുവരുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത് ആരാകും? കഷ്ടതയോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ, ഉയരത്തിലുള്ളതോ, അങ്ങനെ നീണ്ട കുറേ ലിസ്റ്റുകൾ. യേശുക്രിസ്തുവിൽ നിന്ന് വേർപെടുത്തുവാൻ മനുഷ്യനും പൈശാചിക ശക്തികളും ഒരുപോലെ പരിശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ വസിച്ച് ഫലം കായ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അവൻ പ്രത്യക്ഷപ്പെടും. യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ധൈര്യത്തോടെ നമുക്കവൻ്റെ മുമ്പിൽ നിൽക്കണം. ലജ്ജിതനായിട്ടല്ല, ധൈര്യത്തോടെ. പാപം ചെയ്ത് ആത്മീക തണുപ്പ് ബാധിച്ച് ആരാധനയിൽ താല്പര്യമില്ലാതെ ജീവിക്കുന്നവർ അവൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകും. നാം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശു മടങ്ങി വരും. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള തിരുവെഴുത്ത് ഞങ്ങളെ കേൾപ്പിച്ചു. ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും വചനം കേൾക്കുന്നുവെങ്കിൽ അവരോട് ദൈവം സംസാരിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശു.